നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ന്യൂ ബോണിൻ്റെ അമ്മമാർക്കും, അതായത് പ്രസവിച്ചു കഴിഞ്ഞ ആൾക്കാർക്കും ഗർഭിണികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഇൻറ്റിമേറ്റ് വാഷ് പരിചയപ്പെടാം. അധികം വാഷസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല പ്രഗ്നൻസിയിലും, അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ ഡെലിവറിയും ഉപയോഗിക്കാൻ പറ്റിയത് വജൈനൽ വാഷസ് അധികം ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷേ ഹിമാലയയുടെ ഇൻറ്റിമേറ്റ് വാഷ് ഫോർ മോംസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഒരു വാഷ് ഉണ്ട്. വളരെ ഗുണപ്രദമാണ്. അതായത് നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് കൂടുതലായിട്ടും വൈറ്റ് ഡിസ്ചാർജ് വരാനും ഇച്ചിങ് വരാനും ഇൻഫെക്ഷൻസ് വരാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ ഗുണപ്രദമാണ്. പിന്നെ ഒട്ടുമിക്ക ഇൻഫെക്ഷൻസിനെയും തടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ചാർജസ് ഒന്നും കൂട്ടുന്നില്ല. ജനറലി ഇത് ഒരു ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ഒൺഗാമിയ ഓയിലും ടീ ട്രീ ഓയിലുമാണ് ഇതിനകത്ത് മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത്. ഡെയിലി റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ പ്രഗ്നൻസി നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതായത് പിന്നെ ഡിസ്ചാർജസ് ഉണ്ടാവും, സ്റ്റിച്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇച്ചിങ് ഉണ്ടാവും, ഓർഡർ ഉണ്ടാവും. അതുപോലെ തന്നെ അതൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ഇൻറ്റിമേറ്റ് വാഷ് ഫോർ മോംസ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇത് ആഫ്റ്റർ പ്രസവമാണ് ഇത് ആക്ച്വലി പറയുന്നത്. പക്ഷേ പ്രഗ്നൻസിയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഫ്റ്റർ പ്രസവം നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പിന്നെ ചൊറിച്ചിൽ വരുന്നത് അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്നത് ഇതെല്ലാം കുറയ്ക്കുന്നതാണ്. ടീ ട്രീ ഓയിലൊക്കെ നമുക്ക് ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ആ ഒരു ഇച്ചിങ്ങും എല്ലാം കുറയ്ക്കുന്നതാണ്, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാതെ സൂക്ഷിക്കുന്നതാണ്. അപ്പം ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വെജൈനൽ വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ വെജൈനൽ വാഷ് ആഫ്റ്റർ ഡെലിവറി ഉപയോഗിക്കാമോ എന്നുള്ളത്. പക്ഷേ ഇത് ഇൻറ്റിമേറ്റ് വാഷ് ഫോർ മോംസ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.